തോന്നിയാസം കാണിക്കണേ? നിങ്ങൾ എന്താ പ്രസംഗിക്കണേ? ഇവിടെ 6 മാസം കിറ്റ് കൊടുത്തില്ലേ? ഇവിടെ മരുന്ന് കൊടുത്തില്ലേ? നിങ്ങൾ മൈക്ക് കെട്ടി പുറത്ത് പറയുന്ന മാതിരി പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പ്രസിഡന്റിന്റെ കുപ്പായ ഊരിച്ചായിട്ട് ഇവിടുന്ന് ഞാൻ സംസാരിക്കും. ഞാൻ 2 വട്ടം പറഞ്ഞു. ഇത് ഗവൺമെന്റ് സദസ്സാണ്, ഒരു പൊതു പഞ്ചായത്ത് നടത്തുന്ന പരിപാടിയാണ്. അവിടെ അതിന്റെ മര്യാദ സംസാരിക്കണം. അപ്പോ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ പറയാം, എത്ര കേൾക്കും. പക്ഷേ ഇത് നിർദ്ദേശങ്ങൾ പറയാന്നല്ലാതെ ആക്ഷേപങ്ങൾ പറയേണ്ട ഒരു കാര്യമില്ല. അതിന് നിങ്ങൾ CPM-ന്റെ ചെലവിൽ വേറെ സ്റ്റേജ് കെട്ടുക. സെക്രട്ടറി വെച്ച റിപ്പോർട്ടിന് നിർദ്ദേശം പറയുന്നത്, അതുപോലെയുള്ള നിർദ്ദേശമല്ല പറയുന്നത്. നിർദ്ദേശമാണെങ്കിൽ 6 മാസം ഇവിടെ എല്ലാ 6 മാസവും ICDS-ന്റെ സൂപ്പർവൈസറോടുണ്ട്. ചാൻസോ ഇവിടെ ഈ ആശ്രയ കിറ്റ് കൊടുക്കുന്നില്ലേ, മരുന്ന് കൊടുക്കുന്നില്ലേ? തടസ്സമുണ്ടോ? പിന്നെ എന്തടിസ്ഥാനത്തിൽ നിങ്ങൾ ഇത് പറഞ്ഞത്? ഇത് ഡാറ്റന്റെ കയ്യിലുണ്ടാക്കാണ് സത്യം പറഞ്ഞത്. നിങ്ങൾ വെറുതെ പ്രസംഗിക്കല്ലേ? അപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്, ആ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നു. നിർദ്ദേശങ്ങളായിട്ട് കുറെ പറയാനുണ്ട്, പക്ഷേ ഇവിടെ നിർദ്ദേശങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു സർമനസിൽ 6 മാസം കൂടുമ്പോ കൊടുക്കണ്ടേ? അടുത്ത ആൾ പറയും. അടുത്ത നിർദ്ദേശങ്ങൾ പറയാം, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ. ഇല്ല തെറ്റാതെ പറയാം. അതില് 25 ലക്ഷം റുപ്യ ഫണ്ട് വെച്ചിട്ടുണ്ട്. ആ പണി ഈ കാലവർഷം കഴിഞ്ഞാൽ ഉടനെ നടത്തും. ഓക്കെ, നടത്തലല്ല, പണി നടക്കുന്നതാണ്. നിങ്ങൾ നടത്തുന്നല്ലോ. അത് വേണം. കുടിവെള്ളം എത്താത്ത പാടില്ല. പ്ലാറ്റ്ഫോമിലും പോസ്റ്റർ തയ്യാറാക്കി വിട്ടിട്ടുണ്ട്. എല്ലാ ആളുകളും അത് കണ്ടിട്ടുണ്ട്. CPM-ന്റെ ആളുകൾ തന്നെ ഞാൻ വിട്ട പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പണ്ടത്തെ കാലം ലഭിച്ചപ്പോക്ക കാലം മാറിനെ. പ്രസിഡന്റ്, ഞാൻ ഒരു സംശയമാണ്. ഇവിടെ ഈ പരിപാടി സംസ്ഥാന ഗവൺമെന്റും ത്രിതല പഞ്ചായത്തുകൾ നടത്തുന്ന വികസന സദസ്സാണ്. അതെ, നല്ല കാര്യമാണ്. എല്ലാവർക്കും മലയാളം പറയാം, എല്ലാവരും കേൾക്കാം. ഗവൺമെന്റ് പരിശോധിക്കാം, പഞ്ചായത്ത് പരിശോധിക്കാം, അതിനു വേണ്ടിയാണ് വിളിച്ചത്. ഈ പരിപാടി ഞാൻ നമ്മുടെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഈ പാർട്ടിയുടെ പഴയൊരു പ്രവർത്തകനാണ്. ഞാൻ ഇന്നലെ രാത്രി 10 മണിക്കാണ് ഇങ്ങനെ ചടങ്ങുകൾ അറിയുന്നത്. പിന്നെ ഞങ്ങളുടെ ആളുകളൊക്കെ പറഞ്ഞാലൊക്കെ പഠിക്കുന്ന ആളുകളാണ്, CPM-ന്റെ ആളുകളൊക്കെ തന്നെ. ഇവിടെ പറഞ്ഞ് 8 ആളെ ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ളൂ, മറ്റൊരു കുറെ കൂടുതലുണ്ട്. അത് പങ്കെടുക്കാൻ കാരണം ഇത് വേറെ താഴ്ന്നു കൊടുക്കുന്നതിന് പോരായ്മയാണ്. അതിൽ ഞാൻ മറുപടി വരാം. ഞാൻ ഒരുവിധം ആളുകളെ, അതായത് ഞാൻ നിങ്ങളെ പാർട്ടിയിൽ മെയിൻ സ്ട്രീമിലുള്ള ആളുകളൊക്കെ ഞാൻ തന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് പാർട്ടി സംവിധാനത്തിൽ കുറച്ചുകൂടി ഞാൻ അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പം ലീഗിന്റെ ആളുകളോട് പങ്കെടുപ്പിക്കണം എന്നുള്ളത് ഞാൻ സിദ്ദീഖ് മാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ ആളുകളെ പങ്കെടുപ്പിക്കണം എന്നുള്ളത് ജയ്സലിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ആശാ വർക്കർമാർ ഇന്നലെ അവിടെ പെണ്ണരുമ പരിപാടിക്ക് വന്നത് ഈ ഹരിതകർമ്മസേന അംഗങ്ങളിൽ ആശാ വർക്കർമാരോട് നമ്മൾ പറഞ്ഞു ആ പരിപാടിക്ക് പങ്കെടുക്കും. പിന്നെ 19 വാർഡിലെയും മെമ്പർമാരോട് നമ്മൾ മെമ്പർമാരോട് പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയത് 10 ആളുകളെ. രാഷ്ട്രീയം നോക്കണ്ട, അവിടെ പൊതുപ്രവർത്തന രംഗത്ത് ആ വാർഡിൽ ഉപയോഗപ്പെടുത്തി. നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോ ആളുകൾ എന്താണ് വിചാരിക്കുക? നമ്മൾ വിളിക്കാതെ പോയതാണ്. ഞാൻ പറയുന്നത് അതിന് മറുപടി പറഞ്ഞു. ഓക്കെ, ഞാൻ പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. എന്താ വെച്ചാൽ ഇവിടെ നടക്കുന്ന എല്ലാ സെമിനാറുകളിലും ഈ ആളുകൾ നമ്മളെ പാർട്ടിക്കാരും ഇടതുപക്ഷം എല്ലാത്തിനും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ നല്ല പങ്കെടുക്കുന്നു. ഇതിന് കുറഞ്ഞ കാരണം ഞാൻ പറഞ്ഞു. ഞങ്ങളെ കുറ്റം പറയാനല്ല, പറയുമ്പോ ഒരു പ്രയാസം ഉണ്ടാക്കിയ അത് സദയം ക്ഷമിക്കുക. ഇപ്പൊ ഞാൻ ആ 8 ആളെ പറഞ്ഞ ഞാൻ പിൻവലിച്ചു. അതാണ് മറ്റാൾ തെറ്റിദ്ധരിക്ക്. ഞങ്ങൾ എതിരാണെന്നുള്ളത്. ഞങ്ങൾ എതിരല്ല. UDF വളരെ എതിരാണ്, പക്ഷെ ഞങ്ങൾ എതിരല്ല. ഞങ്ങൾ പഞ്ചായത്തിന് പറയണം, ഗവൺമെന്റ് പറയണം, ജനങ്ങളെ എത്തിക്കോട്ടെ. ഒറ്റ കണ്ടപ്പോൾ 8 ആളെന്ന് പറയുമ്പോൾ ഇവിടെ മറ്റൊരാൾ ഉപയോഗിച്ചവിടെ ആരും ഇല്ല തോന്നണം. ശരി, താങ്ക് യു. ഗവൺമെന്റ് വികസനം ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞു ഞങ്ങൾ ക്ഷമയോടെ കേട്ടതാണ്. അതുപോലെ പഞ്ചായത്തിന്റെ പറയുമ്പോൾ നിങ്ങൾ ക്ഷമയോടെ കേൾക്കുക. നിങ്ങൾ ഈ പെൻഷൻ വിതരണം മറ്റൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനൊരു നിർമ്മാണ തൊഴിലാളിയാണ്, എനിക്ക് 17 മാസത്തെ പെൻഷൻ കിട്ടാണ്ട്. അതിനുള്ള മറുപടി എല്ലാം പറയണല്ലോ. വികസനല്ലേ? ഓല മാതിരികളാണ്ട.